ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോപി മഞ്ചൂരിയൻ ആണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കോളിഫ്ലവറാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അത് ചെറിയ ഇതളുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ഇതളുകളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന കോളിഫ്ലവർ നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഇതിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. കാരണം ഇതിലെ കംപ്ലീറ്റ് അഴുക്കുകളും റിമൂവ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ യൂസ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവറിലേക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് കോൺഫ്ലോർ എന്നിവ ചേർത്ത് കൊടുക്കാം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവറും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കോളിഫ്ലവറിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് സമയം ഇതൊന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യുന്നതിനുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിനുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെജിറ്റബിൾ ഓയില്, ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. വെജിറ്റബിൾ ഓയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നായി ഈ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഫസ്റ്റ് ബാച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ കോളിഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് കണ്ടാൽ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്ത ആ ഒരു സെയിം ഫീലിങ്ങിൽ തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോപി മഞ്ചൂരിയൻ്റെ സോസ് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഗോപി മഞ്ചൂരിയൻ്റെ സോസ് റെഡിയാക്കിയെടുക്കാം.
നമുക്കൊരു ബൗളിലേക്ക് ആവശ്യത്തിന് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചില്ലി ടൊമാറ്റോ മിക്സഡ് സോസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരൽപ്പം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം വിനെഗറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സോസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാനുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുവാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓയിലിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരൽപ്പം സ്പ്രിംഗ് ഒനിയൻ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള, ഒരു ക്യാപ്സിക്കം എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കോളിഫ്ലവറും ഈ ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോളിഫ്ലവറും നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ മഞ്ചൂരിയനേക്കാൾ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ അടിപൊളി ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. യാതൊരുവിധ കളർ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.